പ്രിയദർശിനി ബസ്സിലെ യാത്രക്കാരായ സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മന്ത്രി സി.പി. ജോൺ. സ്ത്രീകളോട് വിവേചനമില്ലെന്നും പരാമർശത്തിൽ ശ്രദ്ധ വേണമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഖേദപ്രകടനത്തോടെ ചർച്ചകൾ അവസാനിച്ചെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. മുന്നണിയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനമുയർന്നതോടെയാണ് മന്ത്രി ഖേദപ്രകടനം നടത്തി തടിയൂരിയത്. അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിക്കെതിരെ പറഞ്ഞു കുടുങ്ങിയതോടെ ഒടുവിൽ വകുപ്പ് മന്ത്രിയുടെ ഖേദപ്രകടനം. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്കെതിരായ മന്ത്രിയുടെ പ്രസ്താവന ദോഷം ചെയ്തെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും ഘടകകക്ഷി നേതാക്കളുടെയും വിലയിരുത്തൽ. പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിച്ചെന്ന വിശദീകരണം ഫലം കാണാതെ വന്നതോടെയാണ് മന്ത്രിസഭാ യോഗത്തിന് തൊട്ടുമുമ്പുള്ള ഖേദപ്രകടനം. ഇതോടെ വിവാദ പ്രസ്താവനയെ ചൊല്ലിയുള്ള ചർച്ചകൾ അവസാനിച്ചെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. ഞാനത് മന്ത്രി അതിനെക്കുറിച്ച് വിശദീകരണം നൽകി. അദ്ദേഹം തെറ്റുപറ്റിയിരുന്നതിൽ ഖേദവും പ്രകടിപ്പിച്ചു. പിന്നെ ഇനി അത് വിവാദമാക്കേണ്ട ആവശ്യമില്ല. പാലക്കാട് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ ആ വിവാദ പ്രസംഗം. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വിവിധ പ്രതിപക്ഷ സംഘടനകൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.